Third semester BSc degree examination November 2022 psychology main inde complementary paper ആയിട്ടുള്ള probability distributions and parametric test ആണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. അതിലെ സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നോക്കുന്നത്. 20th question, first part, explain the large sample test of equality of means of two populations. ആദ്യം ടെസ്റ്റിംഗ് ഓഫ് ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് എച്ച് നോട്ട് μ1 is equal to μ2 against h1 μ1 not equal to μ2 ആവാം, or h1 μ1 greater than μ2 or h1 μ1 less than μ2. അപ്പം എച്ച് നോട്ട് μ1 is equal to μ2 എന്ന് പറയുന്ന നൾ ഹൈപ്പോത്തസിസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമുക്ക് ഉപയോഗിക്കും. വേർ μ1 is the mean of the first population and μ2 is the mean of the second population. അടുത്ത സ്റ്റെപ്പായിട്ട് ഫിക്സ് ദ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ. ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് is given by z is equal to x1 bar minus x2 bar divided by root of sigma 1 square by n1 plus sigma 2 square by n2, which follows a standard normal distribution where sigma 1 and sigma 2 are known. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കുന്നത് വെൻ ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആർ നോൺ. ആ കേസിലാണ് നമ്മൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കുന്നത്. ഇത് ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എല്ലാ കേസിലും സ്റ്റാൻഡേർഡ് നോർമൽ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ സിഗ്മ 1 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ വരുന്നത് വെൻ സിഗ്മ 1 ആൻഡ് സിഗ്മ 2 ആർ നോൺ എന്നുള്ള കേസിലാണ്. ആൻഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിൽ ബി x1 bar minus x2 bar divided by root of s1 square by n1 plus s2 square by n2, which also follows a standard normal distribution, and when sigma 1 and sigma 2 are unknown. അപ്പോൾ സിഗ്മ 1 ആൻഡ് സിഗ്മ 2 അതായത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇതിങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, S1ഉം S2. ദെൻ ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻസ് ആണ് നോക്കുന്നത്. പർട്ടിക്കുലർ ആയിട്ട് വെൻ ആൽഫ ഇസ് ഈക്വൽ ടു 0.05 ആകുമ്പോഴുള്ള ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻസ് ആണ് പറയുന്നത്. ഇറ്റ് വിൽ ബി മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 ഫോർ ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് h1 μ1 നോട്ട് ഈക്വൽ ടു μ2. അതായത് ടു ടൈൽഡ് വരികയാണെങ്കിൽ നമ്മൾ ഈ മോഡുലസ് വരുന്ന ക്രിട്ടിക്കൽ റീജൻ ആൻഡ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1.96 എന്ന് പറഞ്ഞ് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്തത് ആൽഫ 0.05 ആയതുകൊണ്ടാണ്. And the critical region will be set greater than 1.645 for h1 μ1 greater than μ2, and critical region will be set less than minus 1.645 if the alternative hypothesis is h1 μ1 less than μ2. Then we will calculate the value of the test statistic, and if it lies in the critical region we will reject h naught, otherwise we will accept it. ഇനി നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ഒരു പ്രോബ്ലമാണ്. എ റാൻഡം സാമ്പിൾ ഓഫ് 120 സ്റ്റുഡൻസ് ഫ്രം കോളേജ് എ ഗീവ്സ് ദെയർ ആവറേജ് ഇൻ്റർനെറ്റ് ഡാറ്റ യൂസേജ് പെർ ഡേ ആസ് 2.4 GB with a standard deviation of 1.2 GB. Another random sample of 180 students from college B gives their average internet data usage per day as 2.8 GB with a standard deviation of 1.4 GB. 1.4 GB. Test whether the average data usage among the students of these two districts differs significantly at 5% level of significance. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് കോളേജിലത്തെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അതായത് കോളേജ് എയും ഉണ്ട്, കോളേജ് ബിയും ഉണ്ട്. കോളേജ് എ ആൻഡ് കോളേജ് ബി, രണ്ട് കോളേജുകളിലെ ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കോളേജ് എയിൽ പറയുന്നത് ദർ ആർ 120 സ്റ്റുഡൻസ്. അപ്പം n1 ഇസ് ഈക്വൽ ടു 120 എന്നാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ദേ ഗീവ്സ് ദെയർ ആവറേജ് ഇൻ്റർനെറ്റ് യൂസേജ്. അപ്പോൾ ഈ n1 എന്ന് പറയുന്ന 120 പേരുടെ സാമ്പിളിൻ്റെ ആവറേജ്, അതായത് സാമ്പിൾ മീൻ എന്ന് പറയാം, x1 ബാർ ഇസ് ഈക്വൽ ടു 2.4 GB ആണ്. വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ്, അപ്പോൾ ഇവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 1.2 GB. അതേപോലെ അടുത്ത കോളേജ്
ഇപ്പോൾ കോളേജ് എയിലത്തെയാണ് പറഞ്ഞത്. കോളേജ് ബിയിൽ 120 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ N2 ഇസ് ഈക്വൽ ടു 180 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ N2 ഇസ് ഈക്വൽ ടു 180 ആൻഡ് ദെയർ ആവറേജ് ഇൻ്റർനെറ്റ് ഡാറ്റ യൂസേജ് ദറ്റ് ഈസ് X2 ബാർ ഇസ് ഈക്വൽ ടു 2.8 GB എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S2 ഇസ് ഈക്വൽ ടു 1.4 GB. ഇത്ര ഡാറ്റയാണ് സെക്കൻഡ് കോളേജിനെ കുറിച്ചിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് ഡാറ്റാസ് ആണുള്ളത്, രണ്ട് സെറ്റ് ഓഫ് പോപ്പുലേഷൻസ് ഉണ്ട്. അവിടുന്ന് അതിന് ഓരോന്നിനും ഓരോ സെറ്റ് സാമ്പിൾസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവറേജ് ഡാറ്റ യൂസേജ് എമംഗ് ദ സ്റ്റുഡൻസ് ഓഫ് ദീസ് ടു ഡിസ്ട്രിക്ട്സ് ഡിഫേഴ്സ് സിഗ്നിഫിക്കൻ്റ്ലി അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നാണ്. അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെയും പോപ്പുലേഷൻ മീനുകൾ ഈക്വൽ ആണോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണോ എന്നാണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0. mu1 is equal to mu2. Alternative hypothesis will be H1 mu1 not equal to mu2. ഇതാണ് നമ്മളുടെ null and alternative hypothesis. അപ്പോൾ H0 mu1 is equal to mu2 against H1 mu1 not equal to mu2. ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആൽഫ ഫിക്സ് ചെയ്യണം. ആൽഫ ഗിവൺ ആണ് 5% എന്നാണ്. അതായത് ആൽഫ is equal to 0.05. Then we can write the test statistic. അപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് എഴുതുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് is Z is equal to, ഇപ്പോൾ ഈ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഇവിടെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകളല്ല തന്നിരിക്കുന്നത്, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിൽ ബി x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ N1 പ്ലസ് S2 സ്ക്വയർ ഡിവൈഡഡ് ബൈ N2. ഇതാണ് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു x1 ബാർ ഇസ് 2.4 മൈനസ് x2 ബാർ 2.8 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് S1 സ്ക്വയർ 1.2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 120 പ്ലസ് S2 സ്ക്വയർ 1.4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 180. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ -2.64. ഇതാണ് നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ -2.64. ഇനി നമ്മളതിൻ്റെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഓൾട്ടർനേറ്റീവ് mu1 നോട്ട് ഈക്വൽ ടു mu2 ആയിരുന്നു. ദറ്റ് ഈസ് ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96. ഇതാണ് നമ്മളുടെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ സിൻസ് അവർ ഓൾട്ടർനേറ്റീവ് വാസ് എ ടു ടൈൽഡ് ഓൾട്ടർനേറ്റീവ്. അതായത് H1 നോട്ട് ഈക്വൽ ടു mu1 നോട്ട് ഈക്വൽ ടു mu2 ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഓൾട്ടർനേറ്റീവ് വരുന്നത്. അപ്പോൾ ദെർഫോർ നമ്മൾ Z കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. മോഡുലസ് ഓഫ് Z ഇസ് മോഡുലസ് ഓഫ് -2.64 ദറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 2.64 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മോഡുലസ് ഓഫ് Z. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.96 ആണ്. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയനിൽ വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയ വാല്യൂവിൻ്റെ മോഡുലസ് 1.96 കൂടുതൽ വന്നിട്ടുണ്ട്. അതായത് ക്രിട്ടിക്കൽ റീജിയൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ദെർഫോർ അവർ ഡിസിഷൻ ഇസ് റിജക്റ്റ് H0. അപ്പം രണ്ട് പോപ്പുലേഷനുകളുടെ മീനുകൾ ഈക്വൽ അല്ല എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അവർ ഈക്വൽ ആണ് എന്നുള്ള H0 നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Explain small sample test for the mean of normal population with unknown variances. ആദ്യം ആ പാർട്ട് നമ്മൾ നോക്കാം. Here we are testing H0 mu is equal to mu naught against H1 mu not equal to mu naught or H1 mu less than mu naught or H1 mu greater than mu naught. അതായത് നമ്മൾ ടെസ്റ്റ് നൾ ഹൈപ്പോത്തസിസ് ആയിട്ടുള്ള H0 mu is equal to mu നോട്ടിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഈ മൂന്ന് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ H1 mu നോട്ട് ഈക്വൽ ടു mu നോട്ട് എന്ന് പറഞ്ഞാൽ ടു ടൈൽഡ് ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ mu ലെസ് ദാൻ mu നോട്ട് എന്നോ mu ഗ്രേറ്റർ ദാൻ mu നോട്ട് എന്നോ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അതൊക്കെ വൺ ടൈൽഡ് ടെസ്റ്റുകളാണ്.
ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫിക്സ് ദ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ. ആൽഫ ഫിക്സ് ചെയ്യണം. ദെൻ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിൽ ബി സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ആയതുകൊണ്ട് സ്മോൾ സാമ്പിൾ ടെസ്റ്റാണ്, പോപ്പുലേഷൻ്റെ മീന് അൺനോൺ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ് ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് വൺ. This will follow a student's t distribution with n minus 1 degree of freedom. Then critical region is given by modulus of t greater than or equal to t alpha by 2, where for the alternative hypothesis h1 mu not equal to mu naught, and t greater than t alpha ആയിരിക്കും best critical region. For the alternative h1 mu greater than mu naught, t less than minus t alpha ആയിരിക്കും നമ്മുടെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ ഇഫ് ദി ഓൾട്ടർനേറ്റീവ് ഇസ് h1 mu ലെസ് ദാൻ mu naught. അപ്പോൾ ഏതാണോ ഓൾട്ടർനേറ്റീവ് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ റീജൻ തിരഞ്ഞെടുക്കും. ഇതിൽ എങ്ങനെയാണ് ഈ ടി ആൽഫ ബൈ 2 അല്ലെങ്കിൽ ടി ആൽഫ കണ്ടുപിടിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അതെല്ലാം സ്റ്റുഡൻസ് ടി ടേബിൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ടേബിൾ വാല്യൂ ആണ്. Where t alpha by 2 is obtained by referring the two-tailed students t tables. Two-tailed tablesലാണ് ഇവിടെ നോക്കേണ്ടത്. For n minus 1 degrees of freedom and significance level alpha. ആൽഫ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ലെവൽ തന്നെയാണ് നോക്കേണ്ടത്. പക്ഷെ നോക്കേണ്ടത് two-tailed students t ടേബിൾ ആണെന്ന് മാത്രം. For n minus 1 degrees of freedom. And ഈ ടി ആൽഫകൾ ഇവിടെയും ടി ആൽഫയാണ്, ഇവിടെ മൈനസ് ടി ആൽഫയാണ്. അപ്പോൾ ഈ ടി ആൽഫ is obtained by referring the one-tailed students t tables for n minus 1 degrees of freedom and significance level alpha. ഇവിടെയും n minus 1 degrees of freedom significance level alpha തന്നെയാണ് വേണ്ടത്. പക്ഷേ ടി ആൽഫാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് one-tailed students t table ഉപയോഗിച്ചിട്ടാണ്. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Test the hypothesis that a coffee vending machine spills out an average of 240 ml of coffee in a single operation. 10 cups of coffee are examined and the contents are found to be 245, 238, 248, 242, 237, 241, 236, 238, 240 and 241 ml of coffee. Use 0.05 level of significance and assume that the distribution of the contents is normal. അപ്പോൾ ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എച്ച് നോട്ട് മ്യൂ ഇസ് ഈക്വൽ ടു 240 ml എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമുക്ക് ആദ്യം എഴുതാം. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് എച്ച് നോട്ട് മ്യൂ ഇസ് ഈക്വൽ ടു 240 ml against h1 mu not equal to 240 ml. ഇതാണ് നമ്മൾ നള്ളും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ എഴുതേണ്ടത്. ദെൻ വിൽ ഫിക്സ് ദ സിഗ്നിഫിക്കൻസ് ലെവൽ. സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്, 0.05 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെയുള്ള സാമ്പിൾ സൈസ് നോക്കാം. സാമ്പിൾ സൈസ് n is equal to 10 ആണ്. ആൻഡ് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, അതായത് സിഗ്മ ഇസ് അൺനോൺ. അപ്പോൾ നമ്മൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ നോർമലാണ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് പോപ്പുലേഷൻ്റെ മീന് ടെസ്റ്റ് ചെയ്യാൻ സാമ്പിൾ സൈസ് n സ്മോൾ ആണ് ആൻഡ് സിഗ്മ ഇസ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് അൺനോൺ. സോ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിൽ ബി ദ ടി സ്റ്റാറ്റിസ്റ്റിക്. T is equal to x bar minus mu naught divided by s by root of n minus 1. This will follow a student's t distribution with n minus 1 degrees of freedom. അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ആൻഡ് സാമ്പിൾ മീൻ, അതുമാതിരി സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസിൻ്റെ വാല്യൂ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല, നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. 10 വാല്യൂസാണ് തന്നിരിക്കുന്നത്, സാമ്പിൾ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവരുടെ മീനായിട്ട് എക്സ് ബാറിനെ കാൽക്കുലേറ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് എസിനെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സ് വാല്യൂസ് എടുക്കുക. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഡയറക്റ്റായിട്ട് ഈ എക്സ് വാല്യൂസ് ഉപയോഗിച്ചിട്ട് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോൾ ഈ എക്സുകളെല്ലാം കൂട്ടുക, എൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എക്സ് ബാർ കിട്ടും അല്ലേ. അതേമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ നമുക്ക് ആദ്യം വേരിയൻസ് കണ്ടുപിടിക്കാം, എസ് സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സുകൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് എക്സ് ബാറും എസ് സ്ക്വയറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് വേണിച്ചാൽ ഡയറക്റ്റായിട്ട് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് എക്സുകൾ കുറച്ച് വലിയ വാല്യൂസ് ആണല്ലോ, അപ്പം എക്സ് ബാറുകൾ കാൽക്കുലേറ്റ് ചെയ്യാനും എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഏകദേശം ഒരു 240 അറൗണ്ടുള്ള വാല്യൂസാണ്. അപ്പോൾ ഞാൻ എക്സ് വാല്യൂസിൽ നിന്ന് ഒന്ന് ചെറുതാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ എക്സ് വാല്യൂസിനും ഞാനൊരു 240 മൈനസ് ചെയ്യാണ്. അത് ഞാൻ ഡി എന്നെടുത്തിട്ടാണ് കാൽക്കുലേഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡി കാൽക്കുലേറ്റ് ചെയ്യാണ്. വാട്ട് ഈസ് ഡി? ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 240. ഈ ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഡികൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ഇനി നമുക്ക് അപ്പോൾ ഡികൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡികളുടെ മീനും ഡികളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഡി സ്ക്വയറും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡി സ്ക്വയറും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ നേരിട്ടിട്ട് എക്സ് ബാർ കാണാതെ ഞാനിവിടെ ഡി ബാറാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡി ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതേപോലെ എസ് ഡി സ്ക്വയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡി വാല്യൂസ് ആണ് ഞാൻ വേരിയൻസ് ഓഫ് ഡി വാല്യൂസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി ബാർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഡി ഡിവൈഡഡ് ബൈ എൻ ആണ് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു ഞാനിവിടെ സമ്മേഷൻ ഡി ചെയ്യുകയാണ്. ഇപ്പോൾ ഡിയിൽ നെഗറ്റീവും പോസിറ്റീവും വാല്യൂസ് ഉണ്ട്. അവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഡി ബാർ ഇസ് ഈക്വൽ ടു 4/10. എൻ 10 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 0.4. ഇതാണ് ഡി ബാർ വരുന്നത്. ഇനി നമുക്ക് എസ് ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുള്ള ഫോർമുല സമ്മേഷൻ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് ഡി ബാർ സ്ക്വയർ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സമ്മേഷൻ ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ വാല്യൂസിനെല്ലാം ആഡ് ചെയ്യുമ്പം നമുക്ക് 100 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ദെർഫോർ എസ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി സ്ക്വയർ ബൈ എൻ ദറ്റ് ഈസ് 100/10 മൈനസ് ഡി ബാർ സ്ക്വയർ ദറ്റ് ഈസ് 0.4 സ്ക്വയർ. ഇങ്ങനെയാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 9.84. ഇതാണ് എസ് ഡി സ്ക്വയർ. വേരിയൻസ് ഓഫ് ഡി വാല്യൂസും വേരിയൻസ് മീൻ ഓഫ് ഡി വാല്യൂസുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുപയോഗിച്ചിട്ട് വേണം നമുക്ക് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എക്സ് ബാർ കാണുക എന്ന് പറഞ്ഞാൽ ഡി ബാർ കിട്ടിക്കഴിഞ്ഞാൽ ഡി ബാറിൻ്റെ കൂടെ എക്സ് നിന്ന് ഡിയിലേക്ക് വരാൻ ഞങ്ങൾ ഓരോന്നിനും 240 മൈനസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ തിരിച്ച് വരാൻ ഇതിൻ്റെ കൂടെ ഞാൻ 240 ആഡ് ചെയ്യാണ്. അപ്പോൾ എക്സ് ബാർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഡി ബാർ പ്ലസ് 240 ദറ്റ് ഈസ് 0.4 പ്ലസ് 240 എന്ന് ചെയ്തു. സോ ദ ആൻസർ ഈസ് 240.4. ഇതാണ് നമ്മളുടെ എക്സ് ബാർ. ഇത് ഡയറക്റ്റായിട്ടും ചെയ്യാം. എക്സുകളെല്ലാം കൂട്ടിയിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻഡ് എസ് ഡി സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. എസ് ഡി സ്ക്വയറിൻ്റെ പ്രത്യേകത വേരിയൻസ് കാണുമ്പോഴുള്ള പ്രത്യേകത ഒരു നമ്പർ മൈനസ് ചെയ്താലും വേരിയൻസിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ എസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എസ് ഡി സ്ക്വയർ തന്നെയാണ്, ഒരു മാറ്റം വരുത്തേണ്ട. ദറ്റ് ഈസ് ഈക്വൽ ടു 9.84. അപ്പോൾ നമുക്ക് എക്സ് ബാറും എസ് സ്ക്വയറും കിട്ടിക്കഴിഞ്ഞു. എസ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ് കാൽക്കുലേറ്റ് ചെയ്യാം. എസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √9.84 വിച്ച് ഇസ് ഈക്വൽ ടു 3.14. ഇപ്പോൾ എക്സ് ബാറും എസ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി കാൽക്കുലേറ്റ് ചെയ്യാം. ടി നമ്മൾ എഴുതി വെച്ചത് എക്സ് ബാർ മൈനസ് μ0 ഡിവൈഡഡ് ബൈ എസ് ബൈ √n-1 ആയിരുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ ഇസ് 240.4 മൈനസ് μ0 എന്ന് പറഞ്ഞാൽ നമ്മൾ H0 പറഞ്ഞ മ്യൂവിൻ്റെ വാല്യൂ 240 ആയിരുന്നു. ഡിവൈഡഡ് ബൈ എസ് ദറ്റ് ഈസ് 3.14 ഡിവൈഡഡ് ബൈ √10-1. 10 ആണ് സാമ്പിൾ സൈസ്. 10-1 ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക്
38 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. ദിസ് ഇസ് മൈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 0.38 ആണ്. ഇനി നമുക്ക് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എഴുതാം. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഈസ് മോഡുലസ് ഓഫ് ടി, കാരണം നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഈസ് മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2 ആണ് ചെയ്യേണ്ടത്. ഇവിടെ ടി ആൽഫ ബൈ 2 എന്ന് പറയുന്ന ടേബിൾ വാല്യൂ നമ്മൾ ടു ടേൽഡ് ടേബിൾസിലാണ് നോക്കേണ്ടത് വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. n-1 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫയിൽ തന്നെയാണ് നോക്കേണ്ടത് 0.05ലും ടു ടേൽഡ് ടേബിൾസിൽ നോക്കിയാൽ നമുക്ക് വേണ്ട ടേബിൾ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ടേബിൾ നോക്കുകയാണ്. ടി ടേബിൾസിൽ നമ്മൾ നോക്കുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം 9ലും 0.05 എന്ന് പറയുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലും നോക്കുമ്പം നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ 2.262 എന്ന് പറയുന്ന ടേബിൾ വാല്യൂ ആണ്. അപ്പോൾ നമ്മളതോടെ കൊടുക്കുന്നു 2.262. അപ്പോൾ നമുക്ക് കിട്ടിയ മോഡുലസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 0.38 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 2.262. ടേബിൾ വാല്യൂവിനെക്കാട്ടും അത് കുറവാണ്. Therefore we will accept the null hypothesis H0. H0 നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്യും.